ഹായ് ഗൈസ്, ഈദ് മുബാറക്. ഓക്കെ, അപ്പോൾ നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ് ഇംഗ്ലീഷ് ഗൈസ്. നമ്മളെ ഇംഗ്ലീഷ് ഗുഡ് ആണെന്നാ പറയുന്നത്. കുട്ടികളെ ഓക്കെ, ടോപ്പ് ഇൻഫ്ലുവൻസർ. യെസ്, ഞാൻ ടോപ്പ് ഇൻഫ്ലുവൻസർ ആണെന്നാ പറയുന്നത്. TikTok, Instagram, get in, stay with it. യെസ്, ഈദ് മുബാറക്. ഈദ് മുബാറക്. എങ്ങനെ സൈക്കിളിന് മുകളിൽ റൗണ്ട് അടിക്കാനുള്ള പറഞ്ഞ പോവാ, വീട്ടിലേക്ക് പോവാ. ഓക്കെ, എങ്ങനെയുണ്ട് സൈക്കിള്? പറയൂ. ആ, ചാനലിൽ വരും. അനസ് വ്ലോഗ് 21. അല്ല, കുറച്ച് ദൂരത്തുള്ള. യെസ്, ഈദ് മുബാറക്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഈദ് മുബാറക്? അടിപൊളി. ഓക്കെ, അപ്പോൾ ഈ കേരള പോലീസിൽ എങ്ങനെ ഈദ് മുബാറക്കിന് ലീവൊക്കെ ഉണ്ടാവോ? എങ്ങനെ നിങ്ങൾ വണ്ടി എങ്ങനെ ഓടിക്കും? വണ്ടി എങ്ങനെ ഓടിക്കുന്നു വെച്ചാൽ കറക്കോ? കറക്കൂ. കഴിച്ച് അങ്ങനെ പൈനാപ്പിൾ കിട്ടി. വേറെ തന്നെ ടേസ്റ്റ്, സീന. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് ബീച്ചിലാണ്. ഞാൻ ഇന്ന് ഫുള്ള് ഇവിടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫുൾ ഈദ് മുബാറക് സ്പെഷ്യലായിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞാൻ പൊളിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഫുൾ കടൽ നല്ല ഇങ്ങനെ തിരടിച്ചു കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിൻ്റെ അതിമനോഹരമായ കോഴിക്കോട് ബീച്ചാണ് നിങ്ങളിപ്പോൾ എൻ്റെ വ്ളോഗിൽ കാണാൻ പോണത്. ബ്യൂട്ടിഫുൾ ഗൈസ്, നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഹലോ ഗൈസ്, ഹായ്, ഈദ് മുബാറക്. എങ്ങനെയുണ്ട് കോഴിക്കോടത്തെ ബീച്ച്? അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഈദ് മുബാറക്കിൻ്റെ? നല്ല വൈബാണ്. ഓക്കെ, നിങ്ങൾക്കോ? ഓക്കെ, എവിടുന്നാ വരുന്നത്? ഒറ്റപ്പാലം. അപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ് ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എവിടേക്കാ പോകുന്നത്? മിഠായി തെരുവിലേക്കാ? ഓക്കെ, അപ്പോൾ എന്താ പർച്ചേസ് ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനൊരു പബ്ലിക്കായിട്ട് ഈദ് മുബാറക്ക് പറയാൻ വേണ്ടി വന്നതാണ്. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്. ഓക്കെ, ബൈ. ഒരു യൂട്യൂബ് ചാനൽ അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. ഈദ് മുബാറക് ഗൈസ്. എന്ത് നല്ല മനോഹരമായ ഒരു ബീച്ചായി ഗൈസ് ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്നത്. ഹലോ ഗൈസ്, ഈദ് മുബാറക്. ഈദ് മുബാറക്. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ട് ഈ കോഴിക്കോടത്തെ ബീച്ച്? അടിപൊളിയാണ്. നട്ടുച്ചയ്ക്ക് അടിപൊളിയാണ്. ഓക്കെ, പേരെന്താ? സ്നേഹ. ഹാപ്പി അല്ലേ? ശ്രീലക്ഷ്മി. ഓക്കെ, നിങ്ങൾ വെയിൽ കൊള്ളാനായിട്ട് ഇറങ്ങിയതാ? എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, ഈദ് മുബാറക്. ഓക്കെ, അനസ് വ്ലോഗ് 21 യൂട്യൂബ് ചാനലാ. ഓക്കെ ഗൈസ്, അങ്ങനെയാണ് നമ്മളെ പരിപാടി വരുന്നത്. ഇനി പഴയ മോഡൽ ഞാൻ തിരിച്ചു വരുന്നത് ഞങ്ങൾ പറഞ്ഞില്ലേനോ? നോമ്പ് തുടങ്ങുന്ന ടൈമിൽ ഞാൻ പറഞ്ഞില്ലേനോ? അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു ഗൈസ്. ഇനി ഫുൾ കളറാക്കുമ്പോൾ ഫുള്ള് വിഷയം വീഡിയോ ആയിരിക്കും. ഡെയിലി 5 മണിക്ക് ഞാൻ വരാൻ പോണത്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ, ഞാനൊക്കെ 30 ദിവസം അനുഭവിച്ചത് നിങ്ങൾക്ക് അറിയാനായിട്ടാണ് എൻ്റെ മോനെ. പക്ഷെ നോമ്പിന് നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽ പഠിച്ചവനോ കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ടൈമാണല്ലോ നമ്മൾ. റംസാൻ ടൈം അങ്ങനത്തെയാണ്. അപ്പോൾ അതിനെ കുറ്റം പറയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുമാണ് ഇന്നലെ. അങ്ങനെ നോമ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇനി നമ്മൾ വെയിൽ കൊണ്ടാലും നമുക്ക് വെള്ളം കുടിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ പവർ തീരെ കുറയില്ല, കൂടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കോഴിക്കോട് ബീച്ച് മൊത്തം അടിപൊളി വ്ളോഗാണ് ഇപ്പം ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇവിടെ ആരും കാണണമെന്നില്ല. ഇവിടെ ആരും അങ്ങനെ കാണുന്നില്ല. എല്ലാവരും പാടെ എപ്പോഴാണ് ഇറങ്ങി വരാമെന്ന് പോലും അറിയില്ല. ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ്. ഇപ്പോൾ ഒരു ഏകദേശം ടൈം 2:38. അപ്പോൾ ഒരു ഈവനിങ് വൈബായിരിക്കും ഇവിടെ കോഴിക്കോടിൽ അധികവും ഈ ജനങ്ങൾ വന്ന് തിങ്ങി നിറയുണ്ടാവുക. അപ്പോൾ ആ തിങ്ങി നിറയാന്നുള്ളത് നമ്മളെ മുട്ടായി തെരുവിൽ നിന്ന് കിട്ടിയതാണ്. മുട്ടായി തെരുവിലേനി ഒരു നോമ്പിൻ്റെ ഒരു 10 നോമ്പ് മുട്ടായി തെരുവിലേനി. അപ്പോൾ ഇനി നമ്മൾ ഫുള്ള് ബീച്ചിലായിരിക്കും. പിന്നെ കോഴിക്കോട് സിറ്റി കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ നിന്ന് ഫസ്റ്റ് റവന്യൂ കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് പോകും കഴിച്ചു. പിന്നെ വലിയ വീഡിയോസാണ് ഉണ്ടാവുക. ആ റവന്യൂക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുക. ഞാൻ മാത്രം അടിപൊളിയാക്കൂല, നമ്മൾ പോണ വഴിക്കുള്ള പാവപ്പെട്ടവർ എല്ലാവരും സഹായിക്കും. ഭക്ഷണം വരെ ഞാൻ വാങ്ങിക്കൊടുക്കും. വേറൊരു മോഡലായിരിക്കും ഞാൻ കൊണ്ടുവരുന്നത് എൻ്റെ ചാനൽ വേറെ തന്നെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് വെറൈറ്റി യൂട്യൂബ് ചാനലാക്കണത്. അനസ് വ്ലോഗ് 21 എന്നുള്ള ഇവിടെ ഈ ലോകം അറിയപ്പെടുന്ന ഗൈസ്. അങ്ങനത്തെ മോഡലാണ് ഞാൻ കൊണ്ടുവരുന്നത്.
ഇപ്പോഴും ഏകദേശം കോഴിക്കോട് മാത്രമേ ഇന്നെ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഞാൻ പുറത്ത് ലോകത്തേക്ക് കയറി ഫുള്ള് വേറെ ലെവൽ കളി നമുക്ക് കളിക്കണം കഴിച്ച് നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരണം. അതൊക്കെ ഞാൻ പറയാന്ന് വെച്ചാൽ നിങ്ങൾ അന്ന് അറിഞ്ഞിരിക്കുക, അത്ര മാത്രം. അല്ലാണ്ട് ഫുൾ നമ്മൾ കോമഡി ആയിട്ടല്ല ചെയ്യുന്നത്, ഫുൾ വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്തതൊന്നും കൂടെ നോക്കണം. ഇനി ഞാൻ പൊളിപ്പിക്കാൻ പോവാം. കുറച്ച് നല്ലൊരു കോമഡിയൊക്കെ ഉണ്ടാവും, പിന്നെ ഫുൾ റിയാക്ഷൻസ് ഉണ്ടാവും, ഫുൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്ട്രെയിൻഡേഴ്സിൻ്റെ അടുത്തെത്തിയിട്ട് കാണാം. ഓക്കെ, അതുവരെ സീ യു സൂൺ ഗൈസ്. ഇപ്പോഴാണ് ഇവിടെ കോഴിക്കോട് ബീച്ച് ഒന്ന് കളറായത്. നോക്കി ഗൈസ്, ഫുള്ള് ഈ ചൊരണ്ടീസും അതൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് പോയിട്ട് ഉപ്പിലിട്ടൊക്കെ കഴിക്കാം ഗൈസ്. നമുക്ക് ഏതെങ്കിലും ഒരു അടിപൊളി ആളെ എടുത്ത് പോയിട്ട് ഉപ്പിലിട്ടൊക്കെ എടുത്ത് കഴിച്ച് നമുക്ക് ടേസ്റ്റൊക്കെ പറയാം. ഓൻ നമുക്ക് ടോപ്പാക്കി കളാം. നോക്കി നോക്കാം. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അതാണ് മെയിൻ വിഷയം. ഞാനിങ്ങൾ വ്ളോഗ് എടുത്ത് പോകുമ്പോഴേ എല്ലാവരും നോക്കും. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. എവിടെ ഉണ്ട് ഒരു ടീം. ഹായ് ഗൈസ്, ഈദ് മുബാറക്. എന്താ പേരെന്താ? ഫഹദ്, ഇർഷാദ്, കാജ, ഓക്കെ, ആഷിഖ്, ഷിഹാബ്. എവിടുന്നാ വരുന്നേ? പാലക്കാട്. എങ്ങനെയുണ്ട് കോഴിക്കോട് ബീച്ച്? ഇപ്പോൾ വന്നിട്ടുള്ളൂ, പറയാനായില്ലല്ലേ? ഓക്കെ ആണ്. ഓക്കെ, എൻ്റെ വീഡിയോ കാണല്ലോ. എന്നാ ഞാനാരാ? റീല് കണ്ടിരുന്നല്ലേ? ഓക്കെ, ഞാനാണ് അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. യൂട്യൂബ് ചാനലാ, ഒരായി വരണം. ഈദ് മുബാറക്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാം ഗൈസ്. ഇന്ന് മൊത്തം ഈദ് മുബാറക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഉപ്പിലിട്ടിൻ്റെ പീടികയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഉപ്പിലിട്ടൊക്കെ എടുത്ത് കഴിക്കാം. അപ്പോൾ ടീമുണ്ട്, അപ്പോൾ ചോദിച്ചു നോക്കാം. ഹായ് ഗൈസ്, ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഇതാണോ ഡ്രസ്സ് ഈദ് മുബാറക്കിൻ്റെ? ഓക്കെ, എവിടുന്നാ അടുത്ത്? ഒഗി, പട്ടാമ്പി. എവിടെ സ്ഥലം? പട്ടാമ്പി. ഓക്കെ, അപ്പോൾ പെരുന്നാൾ എങ്ങനെ ഉണ്ട്? ഇനി അടിപൊളിന്, അടിപൊളി എക്സ്പീരിയൻസ്. ഓക്കെ, പേരെന്തീനി? അൻസിഫ്, ജംഷീർ, ഷാമിൽ. അപ്പോൾ ഒരായി പറഞ്ഞോ. ഈദ് മുബാറക്. അപ്പോൾ ഒന്ന് പബ്ലിക്കായിട്ട് ഫുള്ള് ഈദ് മുബാറക് പറയാണ്. അപ്പോൾ ഉപ്പിലിട്ട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? രസമുണ്ട്. ഓക്കെയാണ്. വേണ്ട, ഞാനിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ എല്ലാ കടയും നോക്കിയിട്ട് എവിടെ നല്ല ഉള്ളത് നോക്കും. ഓക്കെ, ഹാപ്പി അല്ലേ? എന്നാൽ നിങ്ങൾ വിളിക്ക്. ഓക്കെ, പേരറിയില്ല. അനസ് വ്ലോഗ് 21 യൂട്യൂബ് ചാനലാ. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. ഫുള്ള് നല്ല വെയിലുണ്ട്, പിന്നെ എന്തൊക്കെ പരുന്തൊക്കെ പറന്ന് കളിക്കുന്നുണ്ട്, പിന്നെ പട്ടം പറക്കുന്നുണ്ട്. ഫുള്ള് സീനാണ്. കണ്ടോ ഗൈസ്, കോഴിക്കോട് ബീച്ച് മൊത്തം അടിപൊളി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഫുള്ള് വിഷയമാണ് ഇവിടെ. ഹലോ ഗൈസ്, ഈദ് മുബാറക്. എന്താ പരിപാടി? ആണോ? ചായ കുടിച്ചോ? ഓക്കെ, അതാണോ ഡ്രസ്സ്? ഇത് വേറെ മാറ്റി. ഇവിടെ പെരുന്നാൾ ഡ്രസ്സിലിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞല്ലോ. അപ്പൊ രണ്ടാമത്തത്. ഓക്കെ, ഒരു പെരുന്നാളിന് എത്ര ഡ്രസ്സ് എടുക്കും? 2000 രൂപയ്ക്കോ? ഷൂ എല്ലാം 5000. ഇതാണ് ഷൂ അല്ലേ ഗൈസ്? ഷൂവിന് ഇതിന് എത്രയാണ്? 3500. തിളങ്ങുന്നുണ്ട്. പേരെന്താ? കൈഫ്. ഓക്കെ, ഈദ് മുബാറക്. എൻ്റെതോ എന്ത് പറയാൻ പറ്റൂലേ? ഓക്കെ, ഷർട്ടിന് എത്ര? 1K. ഓക്കെ, ഇതെന്താ ബൂട്ട്സാ അല്ലേ? ബൂട്ട്സ് എത്ര? 2000. ഓക്കെ, അപ്പോൾ പെരുന്നാളായിട്ട് നിങ്ങൾ എവിടേക്കൊക്കെ പോകാനാ പ്ലാന്? അങ്ങനെ ഇവിടെ കൊച്ചി പോകുന്ന വഴിക്ക് ഇവിടെ സ്റ്റേ ചെയ്താ? ഓക്കെ, നൈറ്റ് ഇറങ്ങണം. അപ്പോൾ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ? കൊച്ചിയും നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വയനാടാണല്ലേ? ഓക്കെ, വയനാട് എങ്ങനെ ഇപ്പോൾ ക്ലൈമറ്റ് ഒക്കെ? അടിപൊളിയാ? ചൂടില്ല, ഇവിടെ ഭയങ്കര ചൂടല്ലേ? ഓക്കെ, കോടുണ്ടോ വയനാട്ടിൽ? ഉണ്ടാവൂല്ലേ? നല്ല കോടാണ്. അപ്പോൾ എല്ലാം ഹാപ്പിയാണ്. അപ്പോൾ ഈദ് മുബാറക്. ഓക്കെ, ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാ, അനസ് വ്ലോഗ് 21. അപ്പോൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഈദ് മുബാറക് പറയാ, ജസ്റ്റ് ഇങ്ങനെ പബ്ലിക് ഒപ്പീനിയൻസ്. ഓക്കെ, ഹാപ്പി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക ഗൈസ്. അങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക.
ഇനി മുന്നിൽ കുറച്ച് മദാമകൾ വരുന്നുണ്ട്, നമുക്ക് അവരൊന്ന് മീറ്റ് ചെയ്യാം. പക്ഷെ അവിടെ വരെ ഓടേണ്ടി വരും. ഇത് പോയി കൂടെ ഓടാനും കഴിയില്ല. ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ മേലെ കൂടെ പട്ടൊക്കെ പോകുന്നുണ്ട്. ഒരു ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വേറെ മദാമകൾ. നമുക്ക് പോയേക്കാം. ഹായ് ഹായ് ഹായ്, ഈദ് മുബാറക്. ഈദ് മുബാറക്. യോ, വാട്ട് ഈസ് യുവർ നെയിം? Peter. Peter. What is your name? Sharon. Sharon, nice name. Okay, about visit Kozhikode. Tell me, Kozhikode beach. You opinions? Of what? Kozhikode beach. Oh, it's beautiful. This. Tell me, you experience. I've been here before, yes. So I wanted to bring Claire back this time. Actually, with me. Okay, nice glass. Nice Do you glass. like those? Nice Orange. glass. Orange Okay, tea. orange. Yeah, they make you look different. It's very busy. Busy, lots of people. Okay, I am a small YouTuber, Anaslog 21 YouTube channel. About ഒരു hi. Oh, hi everyone. Oh, hello. I'm Peter. About where are you from? From the UK. UK. In London. Yeah, London. Okay, nice place. Yeah, very nice. Yes. Okay. It rains a lot. It rains and it's cold. in അത് London. എനിക്ക് തീരെ മനസ്സിലായില്ല. അത് എനിക്ക് തീരെ ഐ ആം സ്മോൾ ഇംഗ്ലീഷ് സ്മോൾ ലാംഗ്വേജ്. Your English is good. യെസ്, ഗുഡ് ഇംഗ്ലീഷ്. ഗായ്സ്, നമ്മളെ ഇംഗ്ലീഷ് ഗുഡ് ആണെന്നാ പറയുന്നത്. Very good. കുട്ടികളെ. ഓക്കെ. Top influencer. യെസ്, ഞാൻ ടോപ്പ് ഇൻഫ്ലുവൻസർ ആണെന്നാ പറയുന്നത്. TikTok. Instagram. Get in. Stay with it. മോനെ. ഓക്കെ, ഹാപ്പി. Happy Eid. ഓക്കെ, ഇത് ഓക്കെ, ശരി. മോനെ, സീന് ഫുള്ള് സീന് ഗൈസ്. എന്താ പറയാ, ഫുള്ള് സീനാണ്. ഒരടിപൊളിയാട്ടോ. അതാ ഞാൻ പറയുന്നത്, ഈ കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ ഓരോ ജനങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആൾക്കാരെ അവർക്ക് ഇവിടെ കേരളം അടിപൊളിയായിരിക്കും. പക്ഷെ കേരളത്തിലുള്ളവർ ഒന്ന് അടിപൊളി ആയാലും ഇവിടെ മൊത്തം അടിപൊളിയാവും. ഇവിടെ ഡെയിലി എന്തൊക്കെയോ ന്യൂസുകളൊക്കെ അല്ലേ കേൾക്കുന്നത്. ഈ കേരളം ഒന്നും അപ്ഗ്രേഡ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളെ അടിപൊളി ആൾക്കാരെ നമ്മൾ തപ്പിക്കൊണ്ട് നിൽക്കുക ഗൈസ്. നമുക്ക് പോയിട്ട് ഒരു ഉപ്പിലിട്ടെടുക്കാം. ഒരു ഉപ്പിലിട്ട് വേണം. എന്താണ് ഏറ്റവും അടിപൊളി? ഏതാ? എല്ലാം അടിപൊളി ആണോ? ഒരു അടിപൊളി പൈനാപ്പിൾ ആണ് എടുക്കാൻ പോണത്. ഫുൾ പൈനാപ്പിൾ മൂടായി ഗൈസ്. പൈനാപ്പിൾ എടുക്കുന്നുണ്ട്. 10 റുപ്യ പൈനാപ്പിൾ ഗൈസ്. അങ്ങനെ പൈനാപ്പിൾ കിട്ടി ഗൈസ്. അങ്ങനെ പൈനാപ്പിൾ കിട്ടി. വേറെ തന്നെ ടേസ്റ്റ്. സീന സ്പെഷ്യല്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ പരിപാടി നോക്കാം. അടിപൊളി. ഇപ്പോൾ പുതിയതായിട്ട് കോഴിക്കോട് വന്ന ഞങ്ങൾക്ക് ബോട്ടൊക്കെ കാണാം. ഇതൊക്കെ ബോട്ടിൻ്റെ ആൾക്കാരാണ് തോന്നുന്നത്. ഫുൾ ബോട്ട് സർവീസ്. ചേട്ടാ, എങ്ങനെ ബോട്ടിൻ്റെ കാര്യം എങ്ങനെയാണ് വരുന്നത്? ഒരാൾക്ക് 300 റുപ്യ, 3 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 3 കിലോമീറ്റർ. 300 റുപ്യ ഒരാൾക്ക്. ഫാമിലി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പാക്കേജ് ഉണ്ടാവും. എങ്ങനെ നിങ്ങൾ വണ്ടി എങ്ങനെ ഓടിക്കും? വണ്ടി എങ്ങനെ ഓടിക്കുന്നു വെച്ചാൽ കറക്കോ? കറക്കൂ. എങ്ങനത്തെ മോഡൽ? നേരെ പോയി വരും. സ്കില്ലൊന്നുമില്ല? ഇല്ല. സ്കില്ല് പഠിച്ചു നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് അലൗഡ് ഇല്ല. സ്കില്ല് നിങ്ങൾക്ക് അറിയോ? അറിയും. ഇവിടെ ചെയ്യില്ല. ഗോവയിൽ ഞങ്ങൾ ചെയ്യില്ല. ആണല്ലേ? ഓക്കെ ഗൈസ്, ഗോവയിൽ സ്കില്ല് എടുക്കും. ഇവിടുന്ന് സ്കില്ല് എടുത്താൽ എന്താണ് പെർമിഷൻ ഇല്ല? പെർമിഷൻ ഇല്ല. ഓക്കെ, പ്രോബ്ലം. ഗോവ അടിപൊളിയാണെന്ന് പറയുന്നത്. ഇവിടാണ് അടിപൊളി. ഗോവയിൽ അങ്ങനത്തെ വലിയ ഇവിടെ നല്ല ഓടിക്കാൻ ഗോവയിൽ പോയി വന്ന് കയറിയതൊക്കെ ഇവിടാണ് അടിപൊളി. ഇവിടെ അടിപൊളി. അപ്പോൾ ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും അടിപൊളിയാക്കി. ഓക്കെ ഗൈസ്, ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ? ഈ ബോട്ടിൽ ഇവരിങ്ങനെ ഒരു 300 റുപ്യ ഉണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആക്കിയിട്ട് ഇങ്ങനെ കറക്കി കൊണ്ടുവരും ഗൈസ്. കണ്ടില്ലേ? ഇവരൊക്കെ ഇപ്പോൾ കടലിലേക്ക് പോവാണ്. എന്താ പറയാ, കടലിൽ ഇതാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇല്ല എൻ്റെ മോനെ. എന്നിട്ട് എങ്ങനെ ജീവനോട് എങ്ങനെ അവിടെ എത്തി? ബംഗാളി. ഓക്കെ, ഈദ് മുബാറക്. ഓക്കെ, ഈദ് മുബാറക് ഗൈസ്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഗൈസ് ഇനി നമ്മൾ ഈ പൂയിന്ന് ഒന്ന് ആ തലക്കൽ ആ ഒരു മറ്റേ സ്ഥലത്തേക്ക് കയറാം. ഇവിടെ ഭയങ്കര വെയിലടിക്കുന്നുണ്ട്. പിന്നെ അതാ അവിടെ ഫുള്ള് ജനങ്ങളാണ്. അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ ഭാഗത്തെത്തി. സ്റ്റേജിൻ്റെ ഭാഗത്ത് മൊത്തം ഞാൻ ആൾക്കാരെ പിടിക്കാൻ പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ അടുത്തെത്തി. ഇതിപ്പോൾ സ്റ്റേജിൻ്റെ ഭാഗമാണ്. കോഴിക്കോട് ബീച്ചിലെ ഇവിടെ പരിപാടിയൊക്കെ നടക്കുന്ന സ്റ്റേജാണ് ഗൈസ്. ഇവിടെ മൊത്തം കുറേ ആൾക്കാരുണ്ട്. അമ്മ ഇങ്ങനെ പോയിട്ട് പെട്ടെന്നുള്ളൊരു ഇമ്പ്രഷനിൽ പെട്ടെന്ന് നമുക്ക് ഈദ് മുബാറക്ക് പറയുമ്പോഴുള്ള റിയാക്ഷൻസ് നമ്മൾ നോക്കി നോക്കാം. അവിടെ കുറേ പോലീസൊക്കെ ടീം ഇരിക്കുന്നുണ്ട്. അവരെ ഈ ക്ഷീണത്തിൽ നമ്മുടെ ഒരു ഈദ് മുബാറക്ക് പറയുമ്പോൾ എന്തായിരിക്കും അവരെ റിയാക്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. ഹലോ ഗൈസ്, ഈദ് മുബാറക്ക്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഈദ് മുബാറക്ക്? അടിപൊളി. ഓക്കെ, അപ്പോൾ ഈ കേരള പോലീസിൽ എങ്ങനെ ഈദ് മുബാറക്കിന് ലീവൊക്കെ ഉണ്ടാവും? ഇന്നലെ ലീവ് ഉണ്ടായിന്. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്ത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഹാപ്പി ആവട്ടെ. ഈദ് മുബാറക്ക്. അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ അവരെ എല്ലാം ഹാപ്പി ആക്കി കൊടുത്ത് നമ്മൾ മടങ്ങുകയാണ്. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ എവിടേക്കാ സ്ഥലങ്ങൾ? മാവൂര്. ഞാനും മാവൂര. ഊർക്കട. എത്ര കാലമായി ഇതിൽ? 2 കൊല്ലമായി. പക്ഷെ പരിചയമില്ല, കണ്ടില്ല ഇതുവരെ. നിങ്ങളോ? നിലമ്പൂര. ഓക്കെ, നിങ്ങൾ? പേരാമ്പ്ര. ബേപ്പൂര്. നിലമ്പൂര്. കുന്നമംഗലം. ഓക്കെ, എനിക്കും പോലീസ് ആവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങോട്ട് റെഡി ആവുന്നില്ല. ആണല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ എന്നാൽ കാണാം നമുക്ക് എവിടെയെങ്കിലും വെച്ച്. ചിലവ് പോലീസിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പോലീസുകാരൊക്കെ ഹാപ്പിയാണ് അവിടെ. ഇനി നമ്മൾ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഈദ് മുബാറക്ക് പറയുമ്പോൾ ഓല നെട്ടി അവിടെ എന്തോ ആയിപ്പോവും. അങ്ങനത്തെ ഒരു റിയാക്ഷൻസ് ഞാൻ കയ്യാന്ന് വെച്ചാൽ കൊണ്ടുവരും, ഉറപ്പായിട്ട് കൊണ്ടുവരും. ഇവിടെ കാറൊക്കെ ഓടിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ നമ്മളൊരു പ്രിയപ്പെട്ട കുറച്ച് നല്ല സ്റ്റൈലുള്ള ആൾക്കാരുടെ അടുത്ത് എത്തി. ഹായ് ഗൈസ്, ഈദ് മുബാറക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഈദ് മുബാറക്കിൻ്റെ കാര്യങ്ങളൊക്കെ? ഓക്കെ, അപ്പോൾ എവിടുന്നാണ് വരുന്നത്? കോഴിക്കോട് തന്നെ എല്ലാവരും? ഓക്കെ, അപ്പോൾ എന്താ പഠിക്കുന്നത്? 10th +2 വർക്ക് ചെയ്യാണ്. 8ൽ. ഓക്കെ, അപ്പോൾ ഈദ് മുബാറക്ക് ആയിട്ട് ഇവിടെ തന്നെ ആണല്ലേ? ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പെരുന്നാളിൻ്റെ ഡ്രസ്സ് അല്ലേ? ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇത് ഒരു കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ലല്ലേ? ഓക്കെ, നിങ്ങളെ വെറുതെ ചടപ്പിക്കുന്നില്ല. ഓക്കെ, അതെ. അപ്പോൾ ഹാപ്പി അല്ലേ? അപ്പോൾ എല്ലാം രസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി സ്റ്റൈലായി നടക്കൂല്ലേ? മോട്ടിവേഷൻ കിട്ടിയില്ല നിങ്ങൾക്ക്? ഓക്കെ, ഞാൻ ആരാന്ന് അറിയാം നോക്കി? അതെ, അനസ് വ്ലോഗ് 21. അപ്പോൾ ഒരാൾക്ക് മാത്രം അറിയാമല്ലേ? നിങ്ങൾക്ക് അറിയില്ലല്ലോ? ഓക്കെ, എന്നാൽ എൻ്റെ ചാനൽ നിങ്ങൾ നോക്കണം. ഫുള്ളൊരു കോമഡി ആയിട്ടാണ് ചെയ്യൽ. അപ്പോൾ ഒരായി വരണം ഗൈസ്. ഞാൻ മലയാളികളെങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുക ഗൈസ്. ഇവിടെ മൊത്തം ഹിന്ദിക്കാർ. ഇതെന്താണ് ഇവിടെ നടക്കുന്നതെങ്കിൽ മനസ്സിലാവില്ല. വേറെ എന്താ സമരം നടക്കുന്നുണ്ടോ അവിടെ? മൊത്തം ഒരുവിധം ഹിന്ദിക്കാരവിടെ ഉള്ളത്. എവിടെയെങ്കിലുമൊക്കെ പോയി മലയാളികളെ തപ്പണം ഗൈസ്. ഇതാ അവിടെയൊക്കെ ഹിന്ദിക്കാർ. മോനെ ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകും. ഇവിടെ ഫുള്ള് ഹിന്ദിക്കാരാണ് ഗൈസ് ഉള്ളത്. പറയാൻ ഫുള്ള് ഹിന്ദിക്കാർ. ഇതാ ഇതൊക്കെ തൂക്കി പോണവരൊക്കെ ഹിന്ദിക്കാർ. മോനെ ഒരു സാമ്പിൾ കാണിച്ചു തരാമെന്ന് വെച്ചാൽ. ഓക്കെ, വേർ ആർ യു ഫ്രം? ബാംഗ്ലൂർ. ഓക്കെ, വാട്ട് ഈസ് യുവർ ലാംഗ്വേജ്? ഹിന്ദി. ഓക്കെ, ഈദ് മുബാറക്ക്. ഓക്കെ, ഈദ് മുബാറക്ക് ഓൾ. ഓക്കെ, ബാംഗ്ലൂർ ഈദ് മുബാറക്ക് അല്ലേ പറയാ അല്ലേ? ഓക്കെ, അപ്പോൾ ഹാപ്പി. അപ്പോൾ ഈ കോഴിക്കോട് വിസിറ്റ് ഫസ്റ്റ് ടൈം കോഴിക്കോട്? യെസ്. യുവർ എക്സ്പീരിയൻസ് ടെൽ മീ. It's good. Okay. Very nice. Okay. പറഞ്ഞോളൂ. गर्मी ज़्यादा. Okay. You experience കോഴിക്കോട്?
എന്താ പറഞ്ഞേ? നോ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈം ഐ വിൽ ദെയർ. ഓക്കെ ആ ഓക്കെ. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ സ്മോൾ യൂട്യൂബർ അനസ് വ്ളോഗ് 21 യൂട്യൂബ് ചാനൽ. അപ്പോൾ അനസ് വ്ളോഗ് 21. അപ്പോൾ ടെൽ മീ ഹായ്. ഓക്കെ ഹായ്. ഓക്കെ ഈദ് മുബാറക്. എങ്ങനെയുണ്ട് ഈ പെരുന്നാളൊക്കെ? സൂപ്പറാണ്. ഇതാണോ പെരുന്നാൾ ഡ്രസ്സ്? ഓക്കെ ഫുൾ അടിപൊളിയാണല്ലോ. കളറല്ലേ? അപ്പോൾ എവിടെ സ്ഥലം ആണല്ലേ? ഓക്കെ. കോഴിക്കോട് എങ്ങനെയുണ്ട് ബീച്ചൊക്കെ? സൂപ്പറാണ്. ഓക്കെ ഒരു ഹായ് പറഞ്ഞോ. ഹായ് ഗൈസ്. ഈദ് മുബാറക്. അപ്പോൾ കറങ്ങാനൊക്കെ പോവാല്ലേ? ഓക്കെ എവിടേക്കാ? ടൗണിൽ മൊത്തം കറങ്ങി തിരിച്ചു പോവാണ്. ആണല്ലേ? ഹാപ്പിയാണ്. ഓക്കെ അപ്പോൾ ഇനിയും കറങ്ങാൻ സാധിക്കട്ടെ. വയനാടൊക്കെ ഒന്ന് പോയി കറങ്ങി പോവാം. ഹാപ്പി ആവട്ടെ. ഓക്കെ ഹാപ്പി ഗൈസ്. അങ്ങനെ ഞാൻ പോയി അങ്ങനെ കുറച്ച് ഇങ്ങനെ കറങ്ങി സ്റ്റാർബക്സിൻ്റെ അടുത്തെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടേ ഇങ്ങനെ ഇറങ്ങാം. പുറത്തൊക്കെ നല്ല വെയിലാണ്, അതിൻ്റെ ഉള്ളിൽ നല്ല AC ഉണ്ടാവും. ഒന്നും പറയണ്ട മോനെ, പെരുന്നാളൊക്കെ പാടെ ഉരുകി തീർന്നു പോകും. എല്ലാവരും വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോന്നോ. എൻ്റെമാരൊന്നും ഉച്ചയ്ക്ക് വരണ്ട. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോസ് എടുത്താൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് എൻ്റെ ടൈം 5 മണിയാണ്. അപ്പോൾ ആ ടൈം കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഹാപ്പിയല്ലേ? ഇവിടെ മൊത്തം നമ്മളെ കമ്പനിക്കാരാ. ഓക്കെ കോഴിക്കോട് മൊത്തം എന്നെ അറിയാം ഗൈസ്. മൊത്തം വെയിലാ. ഇന്ത്യ മോനെ വിഷയമാണ്, ഫുള്ള് വിഷയവും. ആ വെയിലത്തുമാണ് ഞാനിങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കുന്നത്. ഈ പാട്ടുകാരനല്ലേ? എടവൻ പാട്ടുകാരനല്ലേ? അവനെ ചെറുതായിട്ട് എന്നൊരു പാട്ട് പാടാൻ പറയും. പാട്. ഓൻ പാടില്ലേ? ഇവനും ഉണ്ട്. ആണ് നല്ല പാടും ആണ്. എന്നാ എല്ലാരും ഒരു ഈദ് മുബാറക്. ഒരു യൂട്യൂബ് ചാനൽ അനസ് വ്ളോഗ് 21. ബൈ. ആരും കാണുന്നില്ലടോ, എന്താ ചെയ്യത്? കുറച്ച് ടീം വരുന്നുണ്ട്, ഓടി കളിക്കുന്നവരൊക്കെ. ഈദ് മുബാറക്. ഓക്കെ ഈദ് മുബാറക്. ഓക്കെ ഈദ് മുബാറക്. ഇത് ഒരു യൂട്യൂബ് ചാനലാ, അനസ് വ്ളോഗ് 21. അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറഞ്ഞോ. ഓക്കെ അങ്ങനെയാണ്. ഈദ് മുബാറക്. അനസ് വ്ളോഗ് 21 ഒരു യൂട്യൂബ് ചാനലാ. അപ്പോൾ ഈദ് മുബാറക് പറയാൻ വേണ്ടി വന്ന. ഹാപ്പി അല്ലേ? ഓക്കെ അനസ് വ്ളോഗ് 21. അനസ് വ്ളോഗ് 21. ഓക്കെ ഹായ്. ഈദ് മുബാറക്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ കോഴിക്കോട് ബീച്ച്? ഇന്നത്തെ കോഴിക്കോട് വിചാരിച്ച് നമ്മൾ ആദ്യം വിചാരിച്ച അത്രയൊന്നും പോരാ. ആൾക്കാരില്ല. അതെ, ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് ഈ വെയിലായിട്ടാണ്. അത് പറയാൻ പറ്റില്ല അല്ലേ? നിങ്ങളെങ്ങനെ ഈ വെയിലത്ത് ഇറങ്ങാനല്ലാണ്ട് എന്താ ചെയ്യാ? മറ്റേ ഗൾഫിൽ പോയിട്ട് ക്ലൈമറ്റ് മാറിയിട്ട് പുറത്തിറങ്ങാൻ പറഞ്ഞായിരിക്കും. ആണല്ലേ? ഓക്കെ. അപ്പോൾ ഇതിലാരാ ഏറ്റവും സിംഗർ ആരാ? സിംഗറുകൾ ഇല്ല, ഞാൻ പാടില്ല. പാട്ട് പാടൂല്ലേ? ഞാൻ പാടൂല. ഇവളെ പാടും. ആണ്. എന്നാ ജസ്റ്റ് ഞാൻ ഒരു ഈദ് മുബാറക്കിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് ഈദ് മുബാറക്കിന് നിങ്ങൾ എവിടെയൊക്കെ പോയിണ്? ഞങ്ങളെല്ലാ ഫാമിലിന്റെ അടുത്തും പോയി. അപ്പൊ ഇനി സ്പെഷ്യലായിട്ട് എവിടെയൊക്കെ പോകാനാ പ്ലാന്? സ്പെഷ്യലായിട്ട് ഞങ്ങളെ മോളുണ്ട്, ഓളെ വീട്ടിലാണ്. മോളെയും കൂട്ടിയിട്ട് നാളായിട്ടെങ്കിലും ഊട്ടിയോ അതാണ് നിങ്ങളെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫേവറേറ്റ് സ്ഥലം? ഞാൻ ഭയങ്കര ഡ്രൈവ് ചെയ്യും. ആണ്. എനിക്ക് ആ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഊട്ടിയിലേക്ക് പോണേ. ഓക്കെ. അപ്പോൾ ഹാപ്പിയാണ്? ഓക്കെ. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. അപ്പോൾ ചാനലിന്റെ പേര് അനസ് വ്ളോഗ് 21, ഒരു യൂട്യൂബ് ചാനലാണ്. 21. ഗായ്സ് നിങ്ങളിപ്പോൾ കേട്ടില്ലേ, ഇവിടെ നിന്ന് ആരും ഇല്ല ഗായ്സ്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഞാനാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ വന്ന്, ഇനി ഞാൻ എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ട് ഇവിടേക്ക് വരുള്ളൂ. ഹായ് ഗായ്സ്. ഈദ് മുബാറക്. ഓളെന്താ ഓടുന്നത്? പിടിക്കാം നമുക്ക്.
എന്താ അല്ലേ ജാടാണ് ജാട എന്താ അറിയില്ല ബ്രോ, അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, എവിടെ സ്ഥലം? നമ്മൾ പുളിക്കല്. അവിടെ ഉള്ളവർക്ക് ഒരു ഈദ് മുബാറക് പറഞ്ഞു. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, പാട്ട് പാടോ? പാട്ടില്ല, അതൊന്നും പറയില്ല, കഴിവില്ല. എന്തൊക്കെ കഴിവുള്ളേ? പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുക. ഓക്കെ, അതായത് ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ്. ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും അല്ലേ? അല്ലല്ല, ഒരു ഇൻട്രോവേർട്ടല്ല, അങ്ങനെയാണ്. ആണല്ലേ, നമുക്കിന്ന് പൊക്കല്ലേ? ഓ ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് പെരുന്നാളായിട്ട്? പെരുന്നാളായിട്ട് നല്ല പാട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈദ് മുബാറക് പറയാൻ വേണ്ടി വന്നാ. ഓ, അപ്പോൾ ഇതാണ് പെരുന്നാൾ ഡ്രസ് ഇല്ലേ? കളറാണ്. തെറ്റല്ലേ നിങ്ങൾ? തെറ്റാ. ഓക്കെ, പ്രിന്റ് അടിപൊളി ആണല്ലേ? നമ്മളെ പൊക്കി ഇവനെ പൊക്കി. ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ എന്നാല് ഇങ്ങനെ വ്ളോഗ് ഇങ്ങനെ എടുത്തു പോവാ. അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. അനസ് വ്ളോഗ് 21 യൂട്യൂബ് ചാനൽ കാണലുണ്ട്. ഇങ്ങനെ ആണല്ലേ? ഓക്കെ, അപ്പൊ ഒരു ആയി പറഞ്ഞു. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ അങ്ങനെ പോവാണേ. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. ഫുള്ളൊരു കോമഡി ആയിട്ടാ ചെയ്ത്. പിന്നെ ഇങ്ങോട്ട് വരുന്നവരൊക്കെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആരും കാണാനും ഇല്ല, ഒരു തേങ്ങയില്ല, ഫുള്ള് കടൽ മാത്രമേ കാണാനുള്ളൂ, പിന്നെ ഒന്നുമില്ല ഇവിടെ. ഗൈസ്, അങ്ങനെ ഞാൻ പുറത്തേക്ക് എത്തി. ഇനി നമുക്കില്ലേ ഇവിടെ കുറ്റിച്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കി നോക്കാം. അതും പാടെ കഴിഞ്ഞിട്ട് അമ്മോ, ഓട്ടോറിക്ഷ മൊത്തം നമ്മൾ അറിയുന്ന ആൾക്കാർ, സീന് മൊത്തം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ജില്ലാണ് ഈ കോഴിക്കോട്. ഗൈസ്, ഞാൻ അവിടെ നിൽക്കുന്ന എല്ലാ ടീമിനോട് ഈദ് മുബാറക് പറയുമ്പോൾ ഓരോ റിയാക്ഷൻസ് നോക്കി നോക്കാം. പെട്ടെന്ന് പോയിട്ട് ഇത് ഈദ് മുബാറക് എന്നൊക്കെ പറയുമ്പോൾ ഓരോ തന്നെ എന്തായി പോകും നോക്കി നോക്കാം. ഇവിടെ ഫുള്ള് ഒരു നല്ലൊരു ഹാപ്പിനെസ്സിലാണ് നിൽക്കുന്നത്. ഹലോ ഗൈസ്, ഈദ് മുബാറക്. യെസ്, ഈദ് മുബാറക്. ഈദ് മുബാറക്. എങ്ങനെ സൈക്കിളിന് മുകളിൽ റൗണ്ട് അടിക്കാനുള്ള പറഞ്ഞ? പോവാ, വീട്ടിലേക്ക് പോവാ. ഓക്കെ, എങ്ങനെയുണ്ട് സൈക്കിള്? പറയൂ. ആ, ചാനലിൽ വരും. അനസ് വ്ളോഗ് 21. അല്ല, കുറച്ച് ദൂരത്തുള്ള. യെസ്. ഓക്കെ, ഹാപ്പി അല്ലേ? പേരെന്താ? ഈദ് മുബാറക്. ഓക്കെ, സൈക്കിള് എടോ പോരല്ലേ? യെസ്, ഈദ് മുബാറക്. അപ്പൊ എങ്ങനെ സൈക്കിള് അത്ര ഇഷ്ടം? അങ്ങനെ കയറി. ഓക്കെ, എങ്ങനെയുണ്ട് സൈക്കിളിലെ എക്സ്പീരിയൻസ്? നല്ല സൈക്കിള്. ഓക്കെ, അപ്പൊ ഇനി കയറൂലല്ലേ? മതിയായി. ഓക്കെ, ഒരായി പറഞ്ഞോ? ഓക്കെ ഓക്കെ, ബൈ ഗൈസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ടീമിൻ്റെ അടുത്തേക്ക്. പെട്ടെന്നുള്ള ഇമ്പ്രഷൻസാണ് ഗൈസ്. ഓരോ പേരെ സ്റ്റേക്കായി പോകും, എന്താ പറയാ, അങ്ങനത്തെ ഒരു സീന്. ഓക്കെ, ഹായ് ഈദ് മുബാറക്. ഫോട്ടോഷൂട്ടിലല്ലേ? ഓക്കെ, ഈദ് മുബാറക്. അപ്പോൾ ചെറിയൊരു യൂട്യൂബ് ചാനൽ, ഒരു ഈദ് മുബാറക് പറഞ്ഞോ? ഓക്കെ, ബൈ ഗൈസ്. ഇവിടെ കുറച്ച് ടീം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് ഓടിപ്പോയി ഗൈസ്. ഹലോ ഗൈസ്, ഈദ് മുബാറക്. ഓക്കെ ഗൈസ്, ഫുള്ള് ഗിറ്റാറൊക്കെ വെച്ച് എവിടെയൊക്കെ പൊളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഇവിടെ എന്താ സ്ഥിതി നോക്കാം. എടാ, നിങ്ങൾക്ക് ലീവില്ല? അതെന്താ ലീവ് കൊടുക്കാത്ത? ആണോ? എത്ര ടൈമായി ഇവിടെ? ഓക്കെ, അപ്പൊ ഈ പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട്? പെരുന്നാള് ഗംഭീരമായി പോയിരുന്നു. ആണല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട്? പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് പോയി. ആ, ഈദ് മുബാറക്. നിങ്ങൾ ഇവിടെ എന്താ യൂണിഫോം? ബ്ലാക്ക് സ്കോഡ് ഗൈസ്. ഇവർ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? നല്ല അടിപൊളിയായിട്ട് പോകണം. ആണല്ലേ? കളറാണല്ലേ? മൊത്തത്തിൽ കളറാണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ശ്രീനിവാസിന്റെ അതാ ആരൊരു സ്റ്റൈലല്ലേ? ആ, അങ്ങനെ മറ്റേ യേശുദാസ്. ആരാ ഇത് നോക്കട്ടെ. എന്റെ പേരെന്താ? ദാനിഷ്. പെപ്സി തരാന്നൊക്കെ. ഇനിയിപ്പോ നോമ്പൊന്നുമില്ലല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ വരുന്നു. കുടുംബത്താറോ? അങ്ങനെയുണ്ടോ? എന്തൊക്കെ ആചാരങ്ങളല്ലേ. യെസ്. അപ്പൊ പേരെന്താ? ധ്യാൻ. അപ്പൊ പാട്ട് പാടുമോ? പാട്ട് എന്റെ ഫ്രണ്ട് തൊണ്ടൊക്കെ ചെറിയ ആണ്. ചോടം കാര്യം തിരക്കല്ലേ, അപ്പൊ എന്തായാലും ബുദ്ധിമുട്ടുണ്ട് തൊണ്ടക്ക്. ആണല്ലേ? ഓക്കെ, നിങ്ങൾക്കോ? എനിക്ക് കുറച്ച് കിച്ചിട്ടുണ്ട് തൊണ്ടക്ക്. വേറെ ഒരാളും കൂടെ പാട്ട് പാടാറില്ല. എന്താ കഥ പറയും? പെപ്സി. ഓക്കെ, ഇവിടെ ഒരു ടീം തന്നെ നിൽക്കുന്നുണ്ട്, നമുക്ക് എല്ലാവരും പിടിക്കാം. ഈദ് മുബാറക്. ഓക്കെ, മൊത്തത്തിൽ പിടിക്കും. ഈദ് മുബാറക്. എങ്ങനെയുണ്ട് പെരുന്നാളൊക്കെ? അടിപൊളി.
ബ്രോ പെരുന്നാൾ എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ, ഇതും പറയാക്ക്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? റായത്താണ്. നിങ്ങൾക്കോ? റായത്ത്. അന്നത്തെ വ്ളോഗിലുണ്ടാവും, അനസ് വ്ളോഗ് 21. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടേക്കൊന്നും അങ്ങനെ വരലില്ല, അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കിയതാ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളെ സ്റ്റാർ ബക്സിൻ്റെ അടുത്തേന്. ഇനി നമ്മൾ നേരെ നാട്ടിലേക്കാണ്. ഇനി ഇവിടുത്തെ ഒരു പരിപാടിയും ഇല്ല. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും അനസ് വ്ളോഗ് 21ൻ്റെ ബൈ. അപ്പോൾ ഇന്നിപ്പോൾ സമയമായി, അപ്പോൾ വീഡിയോസ് ഇടാൻ നേരമായതുകൊണ്ട് ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ. ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുതേ. ഓക്കെ ബൈ.